ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. പ്രത്യേകതയോ? ഇന്ന് വാലന്റൈൻസ് ഡേയാ. പ്രണയില്ലാത്ത നമുക്ക് എന്ത് വാലന്റൈൻസ് ഡേ? നല്ല തണുപ്പുണ്ടല്ലേ? അതെ. ഞാനേ ഇവിടെ നിരിക്കട്ടെ. നന്നായിട്ട് വിശക്കുന്നല്ലോ കിരൺ. എനിക്കും. താനോട് ഇരിക്കെ, ഞാൻ കഴിക്കാൻ വല്ലതും കിട്ടുമോ നോക്കാം. ഈ കാട്ടിൽ എവിടുന്നാ ഫുഡ്? നോക്കാം, വല്ല പഴങ്ങളോ മറ്റോ കിട്ടിയാലോ. സൂക്ഷിക്കണം. ശരി. ഹായ്. സോറിഡോ, സോറി റിയലി സോറി. കുറച്ച് ലേറ്റ് ആയി പോയി. കുറച്ചോ? അല്ല, കുറച്ച് കൂടുതൽ. സോറി ആഷി, 1000 വട്ടം സോറി. എന്തിനാ ഇങ്ങനെ സോറി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഇന്ന് നമ്മുടെ ആദ്യത്തെ വാലന്റൈൻസ് ഡേ ആയിട്ട് പൃഥ്വി എന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞു. അത് പൃഥ്വി കേട്ടില്ല. പിന്നെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒക്കെ കഴിക്കാന്ന് പറഞ്ഞ് തനി എന്നെ ഇങ്ങോട്ട് വരുത്തി ഇത്രയും നേരം പോസ്റ്റ് ആക്കി. ഓ, എന്നിട്ട് ഇപ്പൊ ഒന്ന് സോറി പറയുന്നു. എടോ, ഞാനേ ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് തിരക്കിൽ പെട്ടുപോയതാ. ഇത് തിരക്കൊന്നുമല്ല, ഓരോ പ്രയോറിറ്റിയുടെ പ്രശ്ന. ആദ്യം ഒഴിവാക്കാൻ പറ്റുന്ന എന്നെയാണല്ലോ. അയ്യോടാ, അങ്ങനെ പറഞ്ഞ് താൻ എന്നെ വേദനിപ്പിക്കരുത്. ഇന്നത്തെ ദിവസം തന്നെ ഒഴിവാക്കാനാണെങ്കിൽ ഞാൻ ഈ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു. ദാ നോക്ക്. ഞാൻ രാവിലെ പറഞ്ഞില്ലേ എല്ലാം സെറ്റാണെന്ന്. തനിക്കെന്നെ വിശ്വാസമില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്ക്. എങ്ങനെയുണ്ട്? ശരിക്കും വെച്ച് നോക്ക്. ഇഷ്ടായോ? പിന്നെ ഒരുപാട് ഇഷ്ടായി. തനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഇതെന്തൊക്കെയാ കിരൺ? തൽക്കാലത്തേക്ക് ഇതൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് തന്നെ ധാരാളം. ഞാൻ ചെയ്യാം കിരൺ. വേണ്ട, എന്നും താനല്ലേ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കുന്നേ. ഇന്ന് തന്റെ ഡിന്നർ എന്റെ വകയാവട്ടെ. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. പ്രത്യേകതയോ?
ഇന്ന് വാലന്റൈൻസ് ഡേയാ. പ്രണയമില്ലാത്ത നമുക്ക് എന്ത് വാലന്റൈൻസ് ഡേ? അയ്യോ, ഇതെന്താ കാലില്? കിരൺ, ചോര വരുന്നുണ്ടല്ലോ. ആ അതെ, കമ്പിലോ കല്ലിലോ കൊണ്ടതാണെന്ന് തോന്നുന്നു. ഇരുട്ടായതുകൊണ്ട് കണ്ടില്ല. ശ്ശോ. ബ്ലഡ് നിക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്കൊന്നുകൂടെ ക്ലീൻ ചെയ്യാം. നിങ്ങൾ ടെൻഷൻ ആവണ്ടമ്മ, അവരിങ്ങ് വന്നോളും. ഒരു പെൺകുട്ടിയല്ലേ കുട്ടാ, ഇത്രയും വൈകുമ്പോ പേടിക്കാതിരിക്കോ? അതിന് ദുർഗമോള് തനിച്ചല്ലോ, കിരണും കൂടെ ഇല്ലേ. പിന്നെ എന്തിനാ അമ്മ പേടിക്കുന്നേ? സാധാരണ ഇത്രയും വൈകുമെങ്കിൽ മോള് ഫോൺ ചെയ്ത് പറയുന്നല്ലേ. ഇത് വിളിച്ചതുമില്ല, അങ്ങോട്ട് വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അതെ, എനിക്ക് നല്ല പേടിയുണ്ട്. നമ്മുടെ നാട് ശരിയല്ല കുട്ടാ. ഒരു പെൺകുട്ടിയെ ഈ സമയത്തൊക്കെ പുറത്തു കണ്ട എങ്ങനെ ആൾക്കാര് പെരുമാറുന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള പേടിയൊന്നും ദുർഗയുടെ കാര്യത്തിൽ വേണ്ട. ദുർഗേ ജയശ്രീയുടെ മോള, അതിന്റെ കഴിവ് അവളിലുണ്ടാവും. എത്ര വലിയ ക്രിമിനൽ ആയാലും വരച്ച വരയിൽ നിർത്തുന്ന ആളാണ് ജയശ്രീ ചേച്ചിയെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. അത് ജയശ്രീ, അതുപോലെ അല്ല ദുർഗ. എന്റെ മോളൊരു പാവ, ആരോട് എതിർത്ത് സംസാരിക്കാൻ പോലും അവൾക്കറിയില്ല. അത് ശരിയാമേ. ദുർഗ ഒരു പാവ, അതല്ലേ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഈ അസമയം വരെ കറങ്ങി നടക്കുന്നത്. ഗിരിജ, വെറുതെ വേണ്ടാത്തത് പറയല്ലേ. ഞങ്ങൾ ദുർഗയെ പറയുന്നതിന് നിങ്ങൾക്ക് എന്തിനാ പൊള്ളുന്നത്? അയ്യോ, അത് നാത്തൂൻ അറിയില്ലേ? ഇല്ല. ദുർഗ കുട്ടേട്ടന്റെ മോളെ പോലെയാ, അതുകൊണ്ടല്ലേ ഈ രോഷം. പക്ഷെ സ്വന്തം അച്ഛന് പോലും തോന്നാത്ത ദേഷ്യമാണ് ഇങ്ങേർക്ക് തോന്നുന്നേ ഉള്ളൂ. കളിയാക്കണ്ട ഗിരിജെ, എനിക്ക് ദുർഗ മോളെ പോലെ തന്നെയാ. അതുകൊണ്ട് അവളെ ആരെങ്കിലും വേണ്ടാത്തത് പറഞ്ഞാ എനിക്ക് ദേഷ്യം വരും. അല്ല, ഞങ്ങൾ പറഞ്ഞാൽ എന്താ തെറ്റ്? അല്ലെങ്കിൽ താൻ പറ, അവളും ആ കിരണും എവിടെ പോയതാ? അവര് സ്കൂളിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കും. സ്കൂളിലെ ആവശ്യം, അത് ഈ രാത്രിയില്. വളരെ നന്നായിട്ടുണ്ട്. മതി ഗിരിജെ, നീ ദുർഗയെ പറ്റി അന്വേഷിക്കുന്നതേ അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ലല്ലോ, കുറ്റം പറയാനുള്ള ഒരു കാരണായിട്ടല്ലേ നീ അത് കാണുന്നത്? അതെ, അതിനൊരു സംശയവും വേണ്ട. ഈ വീട്ടിൽ അവള് താമസിക്കുന്ന അത്രയും നാള് ഞങ്ങൾ എന്ത് പ്രശ്നം വന്നാലും ഇടപെടും, അഭിപ്രായവും പറയും.